friends, എല്ലാവർക്കും Mialna unboxing ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് LGയുടെ അൾട്രാ വൈഡ് ആയിട്ടുള്ള ഒരു മോണിറ്റർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് നോക്കി. ഇതൊരു IPS പാനൽ മോണിറ്റർ ആണ്. നമുക്കറിയാം മാർക്കറ്റിൽ TNഉം VAയും പാനൽ മോണിറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന IPS പാനലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ വ്യൂയിങ് ആംഗിൾ ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റ് IPS പാനൽ പോലെ തന്നെ ഇതിന്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 5 millisecond ആണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു 29 ഇഞ്ചിൻ്റെ അൾട്രാ വൈഡ് മോണിറ്റർ ആണ്. ഈ അൾട്രാ വൈഡിൽ തന്നെ 25, 34 ഇഞ്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഗെയിമിങ്ങും എഡിറ്റിങ്ങും ഒക്കെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ നമ്മൾ 29 ഇഞ്ച് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 34 ഇഞ്ചിലേക്ക് പോകാം. പക്ഷെ ബഡ്ജറ്റ് നമ്മൾ കുറവാണെങ്കിൽ 29 ഇഞ്ച് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ ഇതൊരു ഫുൾ HD അൾട്രാ വൈഡ് മോണിറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2560x1080 ആണ്. അപ്പം മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് sRGB എന്ന് പറയുന്നത് 99%-നേക്കാൾ കൂടുതലാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കളർ ബാലൻസിങ്, അതായത് നമ്മൾ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് കളർ ബാലൻസിങ് ഒക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ 29 ഇഞ്ചുള്ള ഈ മോണിറ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, അതായത് നാലാമത്തെ പെക്യുലാരിറ്റി, ഇതിന് 1 millisecond മോഷൻ ബ്ലർ റിഡക്ഷൻ ആണ്. അപ്പം ഗെയിമിംഗ് ആയിട്ട് ഒക്കെ നമ്മൾ മുന്നോട്ടാണ്, ആ ഒരു ഫോക്കസിങ്ങിലാണ് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു മോഷൻ ബ്ലർ റിഡക്ഷൻ നമുക്ക് ഒരു ലാഗ് ഇല്ലാതെ സീംലെസ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അഞ്ചാമതായിട്ടുള്ള ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് AMD FreeSync ടെക്നോളജിയാണ്. അപ്പോൾ ഇതും ഗെയിമിംഗ് ഉദ്ദേശിക്കുന്നവരെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടെക്നോളജി കൂടാണിത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റെബിലൈസറാണ്. ഈ ബ്ലാക്ക് സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോണിറ്ററിൽ ചിലപ്പോൾ ഗ്രേയിഷ് ആയിട്ടുള്ള കളറൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് മൂവി കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റിയാണ് ഈ ബ്ലാക്ക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇനി നമ്മളിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇതിനകത്തൊരു കുഴി, അതായത് ഒരു ഓട്ട. അപ്പോൾ ഇത് തുറക്കുമ്പോൾ പൊട്ടിയിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവിടെ ഒരു പേപ്പർ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലവർ പറഞ്ഞിരിക്കുന്ന MRP എന്ന് പറയുന്നത് 29,500 ആണ്. പക്ഷേ ഇതിൻ്റെ പകുതി വിലയ്ക്ക് തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വാട്ടേജ് 30 വാട്ടാണ്. വോൾട്ടേജും കറണ്ടും 19 വോൾട്ടും 2.4 ആംപിയറുമാണ്. ഇനി ഇതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മോഡൽ 29UM69G. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി അതുപോലെ ഇങ്ങനെ നോക്കി വരുമ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ദിസ് ഈസ് മെയ്ഡ് ഇൻ ചൈന. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലാണ് ചൈനയെ കൊണ്ട്. കാരണം യുദ്ധത്തിൽ നമ്മുടെ ഒരുപാട് നല്ല പട്ടാളക്കാർ മരിച്ചു വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബഹിഷ്കരിക്കണം. നല്ലൊരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ നമ്മൾ ചൈനയുടെ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കണം. പക്ഷെ നമുക്ക് നിവർത്തിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണും, അത് ചെറുതാണെങ്കിൽ പോലും, എത്ര വിലയുള്ള ഫോണാണെങ്കിൽ പോലും അതെല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ബഹിഷ്കരിക്കാൻ പറ്റുള്ളൂ. എനിവേ ഇറ്റ് ഈസ്, നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മളിത് തുറക്കാൻ പോവാണ്.
ഹാൻഡ്ലിംഗ് ഗൈഡ്. അപ്പോൾ ഇതൊക്കെ തുറക്കുമ്പോൾ തന്നെ ഒരു ഹാൻഡ്ലിംഗ് ഗൈഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ നമ്മുടെ കൈ വെച്ചോ വിരലുകൾ വെച്ചോ ഞെക്കി പിടിച്ചൊന്നും തുറക്കരുത്, സൈഡിൽ വെച്ച് മാത്രമേ ഇത് നമ്മൾ പൊക്കിയെടുക്കാവുള്ളൂ എന്നാണ് അവർ പല ഭാഷകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലും അവർ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് തുറന്നെടുക്കണം എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തെർമോക്കോളൊക്കെ മാറ്റി ഇവിടെ വെക്കാം. ഇവർ എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് സ്ക്രീൻ നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ബലം കൊടുക്കാതെ നമുക്കിത് മാറ്റി ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സ്ക്രീനാണെന്ന്. അപ്പോൾ തുറന്ന് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഹെഡ് വെക്കുന്നത്, അതായത് നമ്മുടെ സ്ക്രീന്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDMI കേബിളാണ്. അത് നമുക്ക് മാർക്കറ്റിൽ ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു 1000 രൂപ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് DP കേബിളാണ്. അപ്പം അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അതിൻ്റെ ക്യാപ്പൊക്കെയാണ് നമ്മൾ സ്ക്രീൻ വെക്കുന്നതിന് മുമ്പുള്ള. പിന്നെ ഇത് നമ്മുടെ അഡാപ്റ്ററും അതിൻ്റെ കേബിളുമാണ്. എന്ന് പറയുന്നത് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഒരു പീസാണ്. പിന്നെ നമുക്കൊരു CD അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും ഈ CDക്കകത്തുള്ളത്. അപ്പം ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം 3 വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി അവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വാറൻറ്റി കാർഡ്. കാര്യം ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് അഴിച്ച് ഓപ്പൺ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. വാവ്, എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്കും റെഡും. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങളുടെ 2 പേരുടെ അപ്പം ആ ഒരു രീതിയിൽ തന്നെയുള്ള കളർ കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലൂടെ ഇളക്കാം. ഇപ്പോൾ ബേസ് പ്ലേറ്റ് നമ്മൾ കണ്ടു. അപ്പം ഇനി നമുക്ക് അതിൻ്റെ നെക്ക് ഊരാം. ഇതാണ് അതിൻ്റെ നെക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നെക്ക് നമ്മുടെ സ്ക്രീനുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പോൾ അതിന് ഇവിടെ 2 ഹോള് കിടപ്പുണ്ട്. അപ്പം അതിന് പറ്റിയ സ്ക്രൂ നമുക്ക് ഈ കവറിൽ നിന്ന് കിട്ടാം എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. അതെ, ഇതിനകത്ത് തന്നെ സ്ക്രൂ ഉണ്ട്. അപ്പം 2 സ്ക്രൂ ഒന്നേ എനിക്ക് കിട്ടിയുള്ളൂ. അടുത്തത് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ 2 സ്ക്രൂവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ സ്ക്രീനിൻ്റെ കവർ ഒന്ന് മാറ്റാം. വാവ്, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ക്രീനാണ്. നന്നായിട്ടുണ്ടത്. അതിൻ്റെ അകത്തും വേറെ സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. LG എന്ന് വളരെ വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹെഡ്, നമുക്ക് സ്ക്രീനിൻ്റെ ബാക്ക് വശം ഒന്ന് പരിശോധിക്കാം. ഇത് HDMI പോർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ DP പോർട്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ USB-യുടെ C ടൈപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ഹെഡ്ഫോൺ കുത്താനായിട്ട്. അപ്പോൾ ഹെഡ്ഫോൺ കുത്താൻ്റെ ബാക്കിലാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇനി നല്ല വലുപ്പത്തിൽ LG എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്, സ്ക്രൂ വെച്ച്. ആ സ്ക്രൂവും നമ്മുടെ സ്റ്റാൻഡും കൂടെ കണക്ട് ചെയ്യാൻ പോവാണ്. സ്ക്രൂ ഇടയ്ക്കൊന്ന് താഴെ പോയി, എന്നാലും
എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻഡ് കൂടെ അതിൽ ഫിറ്റ് ചെയ്യാം. ആ സ്റ്റാൻഡ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ പച്ചയുടെ ഇടയ്ക്കൂടെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം നമ്മളിനി ഇത് സ്റ്റാൻഡായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ പുറകിൽ നമുക്കൊരു സ്ക്രൂ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഒരു 2 രൂപയുടെയോ 10 രൂപയുടെയോ കോയിൻ വെച്ച് നമ്മളതൊന്ന് തുറന്നെടുക്കണം. എന്നിട്ട് നമുക്കത് മുറുക്കുമ്പോൾ അതവിടെ ഫിക്സ് ആവും. അടുത്തത് നമ്മൾ കേബിൾ മാനേജ്മെൻറ്റിനുള്ള ഒരു പീസാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത അതിൻ്റെ ക്യാപ്പാണ്. അതും ഫിറ്റ് ചെയ്തു. അങ്ങനെ എന്തോ ഒരു എറർ പോലെ. നമ്മൾ ആ ക്യാപ്പും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സ്ക്രീന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. ബാക്കി എല്ലാ പാർട്സും ഓക്കെയാണ്, പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. മോണിറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ്. നമുക്ക് ഈ ഇരുട്ടത്ത് നമ്മുടെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇരുട്ടത്ത് നമുക്ക് ഒന്ന് നോക്കാം. ഞാനപ്പോൾ സ്വിച്ച് ഇടാൻ പോവാണ്. വരുന്നുണ്ട്. യെസ്, അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ മോണിറ്റർ അപ്പോൾ എല്ലാം കൊണ്ടും സക്സസ് ആയി. അതിൻ്റെ പാർട്സിനും കുഴപ്പമൊന്നുമില്ല, വർക്കിങ്ങും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സേഫ് സോണിലാണ്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു അൾട്രാവൈഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം, നിങ്ങൾക്ക് 2 കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്തിരിക്കുകയാണ്. യൂട്യൂബിലൊരു വീഡിയോ നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 വശത്തൊരു ബ്ലാക്ക് കളർ പോലെ കാണാൻ പറ്റും. കാരണം ഇതെന്ന് പറയുന്നത് ഇത് 16:1 ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ യൂട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് മൂവീസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 21:9 ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മൂവി എടുത്തു തരാം. അപ്പോൾ നമുക്ക് മൂവീസ് നോക്കാം. മാക്സിമൈസ് ചെയ്ത് വളരെ ഒരു തിയേറ്റർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്രൂഷ്യൽ സീൻ കൂടിയാണ് നമ്മൾ കാണുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണ്.
അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു മോണിറ്ററിലൂടെ നമുക്ക് കാണാൻ പറ്റും. സാധാ മോണിറ്ററിൽ നമ്മൾ മാക്സിമൈസ് ചെയ്യുമ്പോൾ താഴെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിൽ അതൊന്നുമില്ല. നമ്മൾ ഫുൾ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ അൾട്രാവൈഡിൻ്റെ പെക്യുലാരിറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ എഡിറ്റിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് ഇത് ഉപയോഗപ്പെടുന്നത്. ഇപ്പം നമ്മൾ ആഫ്റ്റർ എഫക്ട്സും അഡോബ് പ്രീമിയറും പോലുള്ള സോഫ്റ്റ്വെയർസിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വിശാലമായി തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റിയിൽ ഒന്നാണ് നമ്മുടെ ഗെയിമിങ്ങിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭനിദ്ര. ബൈ, ടേക്ക് കെയർ.